നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു കറണ്ട് അഫെയർ ടോപ്പിക്കാണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് 2026. അപ്പോൾ കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്ത വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 116 അപ്പോൾ അതിനു മുമ്പായിട്ട് ഒന്നാം സ്ഥാനം ഏത് രാജ്യമാണ്? ഒന്നാം സ്ഥാനം കണ്ടിന്യൂസ് ആയിട്ട് 9ാമത്തെ വർഷവും ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായിട്ട് ഫിൻലാൻഡ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഫിൻലാൻഡാണ് കഴിഞ്ഞ 9 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഏറ്റവും സന്തോഷമുള്ള രാജ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഫിൻലാൻഡാണ്. ഓക്കെ, രണ്ടാം സ്ഥാനത്ത് വരുന്നത് ഐസ്ലാൻഡും മൂന്നാം സ്ഥാനത്ത് ഡെൻമാർക്കുമാണ് വരുന്നത്. അപ്പോൾ ഈ 3 പോയിന്റ് ഓർത്തിരിക്കുക. 1 ഫിൻലാൻഡ്, 2 ഐസ്ലാൻഡ്, 3 ഡെൻമാർക്ക്. ഇനി ആദ്യമായി ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യം 4ാം സ്ഥാനത്തെത്തി ചരിത്രം കുറിക്കുന്നു. ആദ്യമായിട്ടാണ് ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യം 4ാം സ്ഥാനത്തെത്തി ചരിത്രം കുറിക്കുന്നത്. ഏതാണ്? കോസ്റ്ററിക്ക. കോസ്റ്ററിക്കയാണ് 4ാം സ്ഥാനത്ത്. ഇനി പട്ടികയിൽ ഏറ്റവും താഴെ ആകെ ടോട്ടൽ എത്ര രാജ്യങ്ങളുടെ പട്ടികയാണ് എടുത്തത്? 147 രാജ്യങ്ങളുടെ പട്ടികയാണ് എടുത്തത്. അതിൽ 147ാമതാണ് വരുന്നത് അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ ഏറ്റവും സന്തോഷം ഏറ്റവും കുറഞ്ഞ രാജ്യം എന്നറിയപ്പെടുന്നത് അഫ്ഗാനിസ്ഥാനാണ്. ഇനി 2026 റിപ്പോർട്ട് പ്രകാരം നിലവിൽ ഇന്ത്യയുടെ സ്ഥാനം 116. അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ 2025 സ്ഥാനം കൂടി പഠിക്കുക. 118 അപ്പോൾ 2 സ്ഥാനം, ഒരു നേരിയ പുരോഗതി മാത്രമാണ് നിലവിൽ ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ 116ാമത്തെ സ്ഥാനത്താണ് നിലവിൽ. 2025 118. ഇനി വരുന്ന പരീക്ഷയ്ക്ക് മേ ബി അത് 2025 ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ രണ്ടും പഠിച്ചു വെച്ചേക്കുക. 116, 118. 116 2026 116 അങ്ങനെ ഓർക്കുക. 2026 116. കൺഫ്യൂഷൻ ആവണ്ട. 116 18 കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ് 2026 116. അങ്ങനെ ഓർത്ത് വെച്ചാൽ നമുക്ക് നിലവിൽ ഇന്ത്യയുടെ റാങ്ക് കിട്ടും. ഇനി അപ്പോൾ 2025 118 ആയിരുന്നു. അപ്പോൾ ഇന്ന് നേരിയ പുരോഗതി ഉണ്ടെങ്കിലും നേപ്പാൾ 99ാം സ്ഥാനത്തും പാകിസ്ഥാൻ 104ാം സ്ഥാനത്തും ഉള്ളതാണ് ഇന്ത്യക്ക് മുമ്പ് ഉള്ള ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ആയിട്ട് വരുന്നത്. അതായത് 99ാം റാങ്കിൽ നേപ്പാളും 104 പാകിസ്ഥാനും വരുന്നുണ്ട്. ഏറ്റവും സന്തോഷമുള്ള 8 രാജ്യങ്ങൾ 10 രാജ്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാം സ്ഥാനം നമ്മൾ പഠിച്ചു ഫിൻലാൻഡാണ്, രണ്ടാമത്തത് ഐസ്ലാൻഡ്, മൂന്നാമത്തത് ഡെൻമാർക്ക്. അപ്പോൾ ആദ്യത്തെ 3 നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഫിൻലാൻഡ്, ഐസ്ലാൻഡ്, ഡെൻമാർക്ക്. ഫിൻലാൻഡ്, ഐസ്ലാൻഡ്, ഡെൻമാർക്ക്. ഫിഡ് എന്നങ്ങാനും പഠിച്ചാൽ മതി. ഫിഡ്, FID, ഫിഡ് എന്നങ്ങാനും പഠിച്ചാൽ മതി. പിന്നെ അതിനുശേഷം കോസ്റ്ററിക്ക 4ാം സ്ഥാനം നമ്മൾ പറഞ്ഞു. ലാറ്റിൻ അമേരിക്കൻ രാജ്യം കോസ്റ്ററിക്ക 4ാം സ്ഥാനത്ത്. 5 സ്വീഡൻ, 6 നോർവേ. ഈ 6 എന്ന് ഓർക്കുമ്പോൾ 6 എന്ന് പറഞ്ഞ ശബ്ദം വരത്തില്ല. അതിനകത്ത് 6 എന്ന രീതിയിൽ പഠിച്ചു വയ്ക്കുക. അപ്പോൾ 6ാമത്തത് കിട്ടും. 6 നോർവേ, 7 നെതർലാൻഡ്സ്, 8 ഇസ്രായേൽ, 9 ലക്സംബർഗ്. ഈ ലക്സംബർഗ് ഒക്കെ പഠിച്ചു വയ്ക്കണേ. 9 ലക്സംബർഗ്, 10 സ്വിറ്റ്സർലൻഡ്. അപ്പോൾ അതാണ് ഈ ടോപ്പ് 10 ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഏതൊക്കെയാണ്? ഫിൻലാൻഡ്, ഐസ്ലാൻഡ്, ഡെൻമാർക്ക്, കോസ്റ്ററിക്ക, സ്വീഡൻ, നോർവേ, നെതർലാൻഡ്സ്, ഇസ്രായേൽ, ലക്സംബർഗ്, സ്വിറ്റ്സർലൻഡ്. ഇപ്പം ഇത്രയൊക്കെയാണോ ആദ്യത്തെ 10 റാങ്കുകൾ ഒന്ന് നോക്കി വെച്ചേക്കാം. ഇനി ഈ വർഷത്തെ തീം എന്ന് വെച്ചാൽ യൂത്ത് ആൻഡ് സോഷ്യൽ മീഡിയ എന്ന ഒരു തീമിൽ ഊന്നിയിട്ടാണ് ഒരു സന്തോഷ സൂചിക കണക്കിലെടുത്തത്. യൂത്ത് ആൻഡ് സോഷ്യൽ മീഡിയ. ഓക്കെ, താഴെ കൊടുത്തിട്ടുണ്ട്. ഈ വർഷത്തെ റിപ്പോർട്ട് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് സോഷ്യൽ മീഡിയ യുവാക്കളുടെ സന്തോഷത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിലാണ്. അതാണ് നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്നത്. യൂത്ത് ആൻഡ് സോഷ്യൽ മീഡിയ. യൂത്ത് ആൻഡ് സോഷ്യൽ മീഡിയ. അപ്പോൾ സോഷ്യൽ മീഡിയ യുവാക്കളുടെ സന്തോഷത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിലാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയത്. പാശ്ചാത്യ രാജ്യങ്ങളിലെ യുവാക്കൾക്കിടയിൽ സന്തോഷം കുറയുന്നതായി റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലെ യുവാക്കൾക്കിടയിൽ സന്തോഷം കുറയുന്നതായിട്ട് റിപ്പോർട്ട് വരുന്നുണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന അല്ലെങ്കിൽ പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ 25 വയസ്സിൽ താഴെയുള്ളവരിൽ കഴിഞ്ഞ ദശകത്തിൽ ശരാശരി ജീവിത സംതൃപ്തി സ്കോറുകൾ ഏകദേശം 1 പോയിന്റ് കുറഞ്ഞു. ഇതൊന്നും നോക്കണ്ട. ഇനി കൗമാരക്കാരായ പെൺകുട്ടികൾക്കിടയിൽ കനത്ത സോഷ്യൽ മീഡിയ ഉപയോഗത്തിന്റെ പ്രതികൂല സ്വാധീനം പ്രത്യേകിച്ചും പ്രകടമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്.
അതായത് കൗമാരക്കാരായ പെൺകുട്ടികളിൽ കനത്ത അതായത് സോഷ്യൽ മീഡിയ ഉപയോഗം വളരെയധികം കൂടുതലാണെന്ന് കണ്ടെത്തുകയും അത് അവരെ ഒരു പരിധിവരെ പ്രതികൂലമായി സ്വാധീനിക്കുന്നുണ്ടെന്നും കണ്ടെത്തി. ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയയിൽ ദിവസത്തിൽ 5 അതിലധികമോ മണിക്കൂർ ചെലവഴിക്കുന്ന 15 വയസ്സുള്ള പെൺകുട്ടികൾ അത് കുറച്ച് ഉപയോഗിക്കുന്നവരെ അപേക്ഷിച്ച് ജീവിത സംതൃപ്തി ഗണ്യമായി കുറവാണെന്ന് കണ്ടെത്തുന്നു. അപ്പോൾ അതായത് ഒരു ദിവസം പെർ ഡേ 5 മണിക്കൂറോ അതിൽ കൂടുതലോ ചെലവഴിക്കുന്ന പെൺകുട്ടികൾക്ക് എന്താണ് 15 വയസ്സുള്ള പെൺകുട്ടികൾ അത് കുറച്ച് ഉപയോഗിക്കുന്നവരെ അപേക്ഷിച്ച് ജീവിത സംതൃപ്തി ഗണ്യമായി കുറവാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അവർ എന്ത് ചെയ്യുന്നു, സോഷ്യൽ മീഡിയാസിനെ ഡിപ്പെൻഡ് ചെയ്തു അതുമായിട്ട് മുന്നോട്ട് പോകും തോറും ഇത് കുറവായിട്ട് ഉപയോഗിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ ജീവിത സംതൃപ്തി എന്താണ്, ഗണ്യമായിട്ട് കുറവാണെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളത്. കാര്യം ഒരുപാട് ഓവർ യൂസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഓവർ യൂസ്ഡ് ആകുമ്പോൾ ഒരു നോർമൽ ലൈഫിനെ അത് വളരെയധികം ബാധിക്കാറുണ്ട്. നമ്മൾ എടുത്തു നോക്കുന്ന ഇപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മളത് എന്തുമാത്രം ബാധിക്കും എന്ന് നമ്മൾ ഓർത്താൽ മതി. ഒരു സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല, നമ്മുടെ കോൺസെൻട്രേഷൻ കിട്ടില്ല, ഒരു കൺസിസ്റ്റൻസി കിട്ടത്തില്ല. സോ അത്ര നിങ്ങൾ ചിന്തിച്ചാൽ മതിയാവും. ഓക്കെ, ഇനി ഇവിടെ താഴെ തന്നിരിക്കുന്ന ഇത് നോക്കുക. ഇന്ത്യ ഹാസ് ഫെയർഡ് ഓവർ പാസ്റ്റ് 5 years. കഴിഞ്ഞ 5 വർഷത്തെ റാങ്കിങ് ആണ്. റാങ്കിങ്ങും അടുത്ത പോയിന്റുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം അത്യാവശ്യം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. 2022 136 സ്ഥാനത്തായിരുന്നെങ്കിൽ 23 126, 24 126, ഇപ്പോൾ 2025 118, 2026 116. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം 4.536 പഠിക്കണം. 4.536 എന്ന പോയിന്റ്, അതാണ് നിലവിൽ ഇന്ത്യയുടെ സ്കോർ. ഇതായിരിക്കാം മേ ബി PSC ചോദിക്കാൻ സാധ്യത ഉള്ളത്. 4 എല്ലാം അടുപ്പിച്ചടുപ്പിച്ചുണ്ടല്ലോ, 4, 5, 3, 6 എല്ലാം അടുപ്പിച്ചടുപ്പിച്ചുണ്ട്. 3, 4, 5, 6 അടുപ്പിച്ചുണ്ടല്ലോ. അപ്പോൾ ഇത് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. കാര്യം PSC ചോദിക്കാൻ സാധ്യതയുള്ളത് ഇങ്ങനത്തെ ചില ഉടായ്പ ചോദ്യങ്ങളായിരിക്കും. 4.536 നിലവിൽ ഇന്ത്യയുടെ സ്കോർ 2026. ഇപ്പോൾ നിലവിലത്തെ റാങ്ക് എത്ര? 116. എത്ര രാജ്യങ്ങളുടെ പട്ടികയാണ്? 147 രാജ്യങ്ങൾ. ഏറ്റവും പുറകിലുള്ളത് അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യയുടെ റാങ്ക് 116. ഒന്നാമതുള്ളത് ഫിൻലൻഡാണ്. ഇനി ആദ്യമായിട്ടൊരു ലാറ്റിൻ അമേരിക്കൻ രാജ്യം 4ാം സ്ഥാനത്തെത്തിയത് കോസ്റ്ററിക്കയാണ്. പിന്നെ ഓക്കെ, ഇത്രയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇപ്പം ഈ വർഷത്തിൽ 2026 വന്നിട്ടുള്ള റിപ്പോർട്ടിൽ കീ തീമായിട്ട് യൂസ് ചെയ്ത് എന്താണ്, യൂത്ത് ആൻഡ് സോഷ്യൽ മീഡിയ. എങ്ങനെ സോഷ്യൽ മീഡിയ യുവാക്കളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നതാണ് ഇവിടുത്തെ പോയിന്റ്, ഇവർ ഫോക്കസ് ചെയ്ത പോയിന്റ്. ആദ്യത്തെ 10 സ്ഥാനക്കാരെ നമ്മൾ പഠിച്ചു. ഫിൻലാൻഡ്, ഐസ്ലൻഡ്, ഡെൻമാർക്ക്, കോസ്റ്ററിക്ക, സ്വീഡൻ, നോർവേ, നെതർലാൻഡ്, ഇസ്രായേൽ, ലക്സംബർഗ്, സ്വിറ്റ്സർലൻഡ്. ഇത്രയും കാര്യങ്ങളൂടെ നോക്കുക. അപ്പോൾ ഇതാണ് നിലവിലുള്ള വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2026ൻ്റെ ഫാക്റ്റുകൾ എന്ന് പറയുന്നത്. സോ ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ പറഞ്ഞ 4.536 എന്ന് പറഞ്ഞ ആ ഒരു ടേം നിങ്ങളെപ്പോഴും മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. കാര്യം PSC കുറച്ച് ഡെപ്തിൽ ചോദിച്ചാൽ അതായിരിക്കും ചോദിക്കാൻ സാധ്യത. റാങ്ക് ചോദിക്കുന്നതിലുപരി PSC കുറച്ച് ഡീപ്പായിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ചോദ്യമാണത്. ഓക്കെ.